കേരളം അങ്കത്തട്ടിൽ കയറി കഴിഞ്ഞു. ഇലക്ഷന്റെ ചിത്രം തെളിഞ്ഞു. ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികൾ. അങ്ങനെ വാതുവയ്പും പോർവിളികളും വെല്ലുവിളികളുമായി കേരള തലങ്ങും വിലങ്ങും ഇലക്ഷൻ പ്രചരണം പുരോഗമിക്കുകയാണ്. ബി.ജെ.പിയും കോൺഗ്രസും വിമതശല്യത്തിൽ വീർപ്പുമുട്ടുകയാണ്. ഇടതുമുന്നണിക്കും വിമതന്മാരുണ്ട്. തിരുവനന്തപുരത്ത് ഉള്ളൂർ വരെ വിമതന്മാരുണ്ട്. ഇതിനിടെ ഇടതുമുന്നണിക്ക് ആശ്വസിക്കാൻ പറ്റുന്നത് കണ്ണൂരിൽ 15 ഇടത്ത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ്. മറ്റ് ഇടങ്ങളിലൊക്കെ ഇടതുമുന്നണിയും ഒരല്പം തീവ്രമായ പ്രചരണം നടത്തിയില്ലെങ്കിൽ പരാജയം മണക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ മേൽക്കൈ ഇടതുമുന്നണിക്ക് തന്നെയാണ്. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിലൊക്കെ തന്നെയും ഇടത് മേൽക്കൈയാണ്. ബി.ജെ.പിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബി.ജെ.പി എന്താണ് ചെയ്യുന്നത്? വികസിത കേരളം എന്ന മുദ്രാവാക്യവും മുഴക്കി ബി.ജെ.പി അങ്കത്തട്ടിൽ പോരിന് ഇറങ്ങിയെങ്കിലും ബി.ജെ.പിയുടെ അണികൾ തന്നെ ബി.ജെ.പിയെ ഒറ്റുകൊടുക്കുന്ന സ്ഥിതിയാണ്. പലയിടങ്ങളിലും RSS ബി.ജെ.പിക്കെതിരെ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നെടുമങ്ങാടൊക്കെയാണ് ഇത്തരത്തിലുള്ള വിമത ശല്യം കൂടുതലെന്നാണ് പറയുന്നതല്ല, അതാണ് ചിത്രം. വിമതന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ബി.ജെ.പി തന്നെ പലയിടങ്ങളിലും അർഹതപ്പെട്ടവർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് പോലും ബി.ജെ.പി എല്ലായിടത്തും ആളുകളെ നിർത്തിയിട്ടില്ല. എറണാകുളം കോർപ്പറേഷനിൽ പോലും പല വാർഡുകളും വേക്കൻ്റാണ്. ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാത്തതല്ല, ബി.ജെ.പി നിർത്താത്തതാണ്. സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർജി നേരിടുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇവിടെ ഈ ബി.ജെ.പി അടിപതറിയാൽ രാജീവ് ചന്ദ്രശേഖറിന്റെയും അടിപതറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എങ്കിലും പോക്കറ്റിന് വലിപ്പമുണ്ടോ, കീശ വീർപ്പമുണ്ടോ, കീശയിൽ കാശുണ്ടോ, അങ്ങനെ നോക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് തന്നെ ബി.ജെ.പിയുടെ അസ്ഥിവാരം തോണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബി.ജെ.പി കനത്ത തിരിച്ചടി ആണ്. വലിയ പ്രതീക്ഷയിലാണെങ്കിലും കനത്ത തിരിച്ചടി തന്നെയാകും ഈ ഇലക്ഷനിൽ നേരിടാൻ പോകുന്നത് എന്നതിൽ തർക്കമില്ല. കാരണം മറ്റൊന്നുമല്ല, ബി.ജെ.പി പലയിടങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയത് അണികൾക്ക് അനഭിമതരായ ആളുകളെയാണ്. പാലക്കാട് പ്രമീള ശശിധരനെ വരെ വെറുപ്പിച്ചു. തിരുവനന്തപുരത്ത് നേമം മണ്ഡലം വൈസ് പ്രസിഡന്റിനെ വെറുപ്പിച്ചു. ജില്ലാ നേതാക്കളെ വെറുപ്പിച്ചു. നെടുമങ്ങാടാണെങ്കിൽ ശാലിനിയെ വെറുപ്പിച്ചിട്ട് പിന്നെ സീറ്റ് കൊടുത്തു. അങ്ങനെ ബി.ജെ.പിയെ നോക്കുകയാണെങ്കിൽ പണത്തൂക്കം മുന്നിലാണ്. അതുമാത്രമല്ല, 4 ആത്മഹത്യകൾ. ഒന്ന് അനിൽകുമാറിന്റെ ആത്മഹത്യ, തിരുമല വാർഡ് കൗൺസിലറായിരുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യ. 2 തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരുന്ന ആനന്ദിന്റെ ആത്മഹത്യ. 3 തിരുവനന്തപുരത്തെ ലോഡ്ജ് മുറിയിൽ RSSകാരൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്ത അനന്തു. മറ്റൊന്ന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം അടിച്ചു തകർത്ത കേസിലെ RSS പ്രവർത്തകനായ പ്രശാന്ത്. ഈ 4 പേരെയും RSSകാർ ഒറ്റുകൊടുക്കുകയും അവർക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും ചെയ്തത് ബി.ജെ.പി പ്രവർത്തകരെയും ബി.ജെ.പി അനുഭാവമുള്ള കുടുംബങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉചിതമായ തിരിച്ചടി ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് ബി.ജെ.പിക്കാർ തന്നെ കൊടുക്കും എന്നതിൽ തർക്കമില്ല. ഒപ്പം BDJSന്റെ പുറകിൽ നിന്നുള്ള ചവിട്ടും തൊഴിയും ബി.ജെ.പി ഏൽക്കുകയും ചെയ്യും. ഇനി കോൺഗ്രസിലേക്ക് കടന്നു കയറാം. കോൺഗ്രസിൽ എന്താണ് അവസ്ഥ? രാഹുൽ മാങ്കൂട്ടത്തിലാണ് 1-ാം പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നു. പിന്നെ ഇടതുമുന്നണിക്കെതിരെ നിരന്തരം അഴിമതിയും സ്വർണ്ണ കലശവും സ്വർണ്ണവാതിലും സ്വർണ്ണപ്പാളിയും ഒക്കെ മോഷ്ടിച്ചു എന്ന് വീടാന്തരം കയറി പറയുമ്പോഴും നമുക്ക് തന്നെ അറിയാം, മലയാള മനോരമ പോലുള്ള ചാനൽ പോലും UDFനെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ട് വെളുക്കാൻ തെച്ചത് പാണ്ടായതുപോലുള്ള ഓഡിയോ ബൈറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നാട്ടുകാർക്കാർക്കും ഇടതുമുന്നണിയോട് വെറുപ്പില്ല. വെറുപ്പ് മുഴുവൻ കോൺഗ്രസ്സുകാരോടാണ്, VD സതീശനോടാണ്. കാരണം എടുത്തു പറയാൻ കൊള്ളുന്ന ഒരു നേതാവ് പോലും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ പലയിടത്തും വിമതശല്യം. ഒരേ പേരുള്ള ആളുകൾ തന്നെ പലയിടത്തും മത്സര രംഗത്ത് തലപൊക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പേട്ട മുതൽ അങ്ങ് കാസർഗോഡ് വരെയും കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ മിക്കവരും തന്നെ അഴിമതിയുടെ കറപുരണ്ടവരാണ്. ക്ഷേമ പെൻഷനിൽ നിന്ന് പോലും 500 രൂപ കമ്മീഷൻ അടിക്കുന്നവരാണ്. ലൈഫ് മിഷൻ വീട് കൊടുത്താൽ അതിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നവരാണെന്ന് പകൽ പോലെ സത്യവുമാണ്. സത്യസന്ധമായ ഇക്കാര്യങ്ങൾ നാട്ടുകാർ വിളിച്ചു പറയുന്നുമുണ്ട്. അതെല്ലാം ഇതിന് പിന്നാലെ ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർമാർ പോയി എടുത്ത വീഡിയോസ് നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അങ്ങനെ UDFും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 75% വിജയം ലക്ഷ്യമാക്കി ഇറങ്ങിയ UDF ക്യാമ്പിലും അതൃപ്തിയാണ്. കാരണം പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. സാക്ഷാൽ അയ്യപ്പ ഭഗവാനെ മുൻനിർത്തിയിട്ട് പോലും അവിടെയും ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. കാരണം ഈ കേസ് അന്വേഷിച്ചതും കേസിലെ പ്രതികൾ ആരായാലും അവരെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കുമെന്ന ആർജവത്തോടെ പറയുന്നതും CPM നേതാക്കളാണ്. മറ്റത് വെറും പ്രചരണ തന്ത്രം. അയ്യപ്പനെ വിറ്റ് കാശാക്കുക, വോട്ടാക്കുക എന്ന തന്ത്രം മാത്രമാണ് ബി.ജെ.പിയും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇടതുമുന്നണിയിലേക്ക് നോക്കാം. ഇടതുമുന്നണിയിൽ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് തിരുവനന്തപുരത്തെ K.ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾ വിമത സ്വരമുയർത്തി വിമത സ്ഥാനാർത്ഥികളാകുന്നുണ്ട്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ, കടകംപള്ളിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ചില ആളുകൾ വിമത ശബ്ദമുയർത്തി വിമതരായി മത്സരിക്കുന്നുണ്ട്.
തിരുവനന്തപുരത്ത് മാത്രമല്ല, അങ്ങ് കാസർഗോഡ് വരെയും ഇതേ സ്ഥിതി പലയിടങ്ങളിലുമുണ്ട്. ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. എങ്കിലും ഒരു കെട്ടുറപ്പോടുകൂടി മത്സരിക്കുന്നതിൽ ഇടതുമുന്നണി തന്നെയാണ് കേരളത്തിൽ മുന്നിലെന്ന് കാണിക്കുന്ന തരമാണ് പ്രചരണവും പ്രചരണത്തിലെ അച്ചടക്കവും. ഇതിനിടെ ചില ആളുകൾ മേയറാകും, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും, അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷനാകും, നഗരസഭാ ചെയർപേഴ്സണാകും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ സ്വയം പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകളായും കമ്മ്യൂണിസ്റ്റ് നേതാക്കളായും രംഗപ്രവേശനം ചെയ്തത് അണികൾക്ക് തന്നെയും പിടിച്ചിട്ടില്ല. അണികൾ തന്നെയും അവർ ഒക്കെ ജയിച്ചു വന്നാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? റിയൽ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ ഈ നന്മകൾക്കൊക്കെ കനത്ത തിരിച്ചടിയാകും ഇവർ ജയിച്ചാലെന്ന വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ഇടതുമുന്നണി നേതാക്കളും ഇടത് സഹയാത്രികരുമൊക്കെ അത്തരം സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അത് എല്ലായിടത്തുമുണ്ട്. തിരുവനന്തപുരത്ത് പേട്ടയിൽ മത്സരിക്കുന്ന ശ്രീ ദീപക്, കറകളഞ്ഞ LDF സ്ഥാനാർത്ഥി, അതുപോലെ കുന്നുകുഴിയിൽ മത്സരിക്കുന്ന ബിനു IP, അതുപോലെ പാളയത്ത് മത്സരിക്കുന്ന റീന, അതുപോലെ കേശവദാസപുരത്ത് മത്സരിക്കുന്ന ശ്യാമ, ബെൻ ഡാർവിൻ, പാറശാലയിലുള്ള ബെൻ ഡാർവിൻ, ഇവരൊക്കെ ജീവന്റെ ജീവനാണ് നാട്ടുകാർക്ക്. അവരുടെ ഓരോ വോട്ടും ഹൃദയാഭിലാഷത്തിനൊപ്പം ബെൻ ഡാർവിനും ബിനു IP-ക്കും ദീപക്കിനും ശ്യാമയ്ക്കും ഒക്കെ ചെയ്യുമെന്ന് നാട്ടുകാർ തന്നെ പറയുന്ന വീഡിയോകൾ ഞങ്ങൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കെട്ടുറപ്പോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏക പ്രസ്ഥാനം ഇടതുമുന്നണിയാണെന്ന് വ്യക്തമാണ് കേരളത്തിൽ. ചിത്രം തെളിയുമ്പോൾ, അംഗം മുറുകുമ്പോൾ, ഇനി 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും അരിവാൾ നിൽക്കതിനുമാണോ, അതുപോലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കാണോ വോട്ട് വീഴുന്നത് എന്നറിയണമെങ്കിൽ, അതോ ഇനി താമര ചിഹ്നത്തിലാണോ വോട്ടുകൾ കൂടുതൽ വീഴുന്നത്, അതോ കൈപ്പത്തിയിലാണോ കൈമുറുക്കി പിടിക്കുന്നത് കേരളം എന്നറിയാൻ ഡിസംബർ 13 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുവരെ നമുക്കിങ്ങനെ ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവച്ച് പരസ്പരം ഇലക്ഷൻ വിശേഷം പറയാം.